ചേച്ചി ടെൻഷൻ അടിച്ച് ചന്ദ്രവത്തെ തന്നെ തുടരുന്ന എന്തുകൊണ്ടാ? ഇവിടെ നാളെ ആരാണെന്ന് പറയണം. 3 കുടുംബങ്ങളെയും കുറെ ജീവിതങ്ങളെയും ബാധിക്കുന്ന പ്രശ്നം അത്. പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ സുഗമോ ദേവി പുതിയ പ്രൊമോയിൽ നമ്മുടെ ചേച്ചിയും അനിയത്തിയും കൂടെ പൊരിഞ്ഞ പോരാണ്. പ്രേക്ഷകർ ഒരു രക്ഷയില്ല. നമ്മുടെ ദേവിക ശാരിനോട് പറയുന്നുണ്ട്, മോളെ നീ ഇപ്പോഴൊക്കെ മര്യാദയ്ക്ക് പോവും, അവസാനം നീ കണ്ണീരൊഴുക്കേണ്ടി വരും എന്ന് പറയുക. അപ്പൊ ശാരി തിരിച്ച് ദേവികയുടെ അടുത്ത് പറയുന്നുണ്ടോ, ചേച്ചിയുടെ പ്രണയം തുടങ്ങിയപ്പോൾ മുതൽ ഈ കണ്ണീരൊഴുക്കലാർന്നല്ലോ, ഇപ്പോഴും അവിടെ പിടിച്ചു നിൽക്കുന്നത് സ്വന്തം ഭർത്താവിനെ നഷ്ടപ്പെടും എന്ന് വിചാരിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ശാരിയും ദേവികയും മറുപടി കൊടുത്തും പറഞ്ഞൊക്കെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ ഇതൊക്കെ കേട്ട് നമ്മുടെ അച്ഛനും അമ്മയും ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ദേവിക ലാസ്റ്റ് പറയുന്നുണ്ട്, എന്തൊക്കെയായാലും ശരി, നീ പ്രണയിക്കുന്ന ആളെ ഞങ്ങൾക്ക് കാണണം എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശാരി ഇദ്ദേഹത്തെ, അതായത് പ്രണയിക്കുന്ന ആളോട് വിളിച്ചു പറയുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് വരണം, ഞാനിവിടെ സ്ഥിരം നിൽക്കുന്ന സ്ഥലത്തുണ്ട് എന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുകയാണ്. ഇനി അയാളും ദേവികയും കൂടെ കാണുമ്പോൾ അവിടെ ഒരു കിടിലൻ ട്വിസ്റ്റ് ഉണ്ടാകും. ഒരു രക്ഷയില്ലാത്ത ട്വിസ്റ്റ് ആയിരിക്കും. അയാളെ കാണുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ദേവിക ഞെട്ടിത്തരിക്കും. ദേവികയുടെ ഒരു മുഖ്യ ശത്രു തന്നെ ആയിരിക്കും നമ്മുടെ ശാരിയുടെ എന്താ പറയാ പ്രണയ നായകൻ. അതെന്തായാലും അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. ഈ ദേവിക ഇതൊക്കെ കൂടി എങ്ങനെ സഹിക്കുമല്ലേ പ്രേക്ഷകരെ? എന്തൊരു അവസ്ഥയാണ്. സീരിയലിന്റെ പേരാണെങ്കിൽ സുഗമോ ദേവി, എന്നാൽ ഒരു സുഖമില്ലാത്തൊരു കഥയും അല്ലെ. കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.